ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കമൻസ് നോക്കിയാൽ അറിയാം. പലരും ഇങ്ങനെ ഓരോ കോഴ്സുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി, നഴ്സിംഗ്, ഈ കോഴ്സൊക്കെ വന്ന് പഠിച്ചാൽ ജോലി കിട്ടുമോ, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ, ജോലി കിട്ടുക, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അതൊന്നും ആൻസർ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അതിനോടൊരു യെസ് ഓർണോ എന്ന് പറയാനുള്ള അറിവ് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഠിക്കാണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ അത്യാവശ്യം അറിയാവുന്നവരോടൊക്കെ ഒന്ന് സംസാരിച്ചു. മീൻസ് എനിക്ക് എന്റെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മള് അങ്ങനെ കൺസൾട്ടൻസോ ഒന്നും അല്ല. മിസ്റ്റേക്സ് ഉണ്ടാവാം. നമ്മുടെ എക്സ്പീരിയൻസിന്റെ ബേസിസിൽ നമ്മൾ ഈ ഒരു ഫീൽഡിലൊക്കെ നിൽക്കുന്നവരോട് സംസാരിച്ച് അങ്ങനെ കിട്ടുന്ന അറിവുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതെ, അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുവാണെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് മാനേജ്മെന്റ് കോഴ്സുകളെ കുറിച്ച് സംസാരിക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തു വരുന്നതും എനിക്ക് സംസാരിക്കാൻ കുറച്ചും കൂടി അറിവുള്ളതുമായ ഒരു ഫീൽഡ് മാനേജ്മെന്റ് ഫീൽഡാണ്. അപ്പൊ മാനേജ്മെന്റ് കോഴ്സുകൾ, ഇപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള മാനേജ്മെന്റ് കോഴ്സുകൾ നിങ്ങൾ എടുത്തു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ UK ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. എക്സ്പീരിയൻസിനിവിടെ ഒരുപാട് വാല്യൂ ഉണ്ട്. ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്വാളിഫിക്കേഷനേക്കാളും ഒരു പിടി മുകളിൽ വാല്യൂബിൾ ആവുന്നത് എക്സ്പീരിയൻസ് ആയിരിക്കും. ക്വാളിഫിക്കേഷന് പകരമായിട്ട് കൗണ്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നേരത്തെ സാഹചര്യം, ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്രോപ്പർ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു മാനേജ്മെന്റ് കോഴ്സ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് നാട്ടില് നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു മാനേജ്മെന്റ് കോഴ്സ് UK വന്ന് എടുക്കാൻ പ്ലാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു പരിധി വരെ ചിലപ്പോൾ ഒരു റൈറ്റ് ഡിസിഷൻ ആയിരിക്കും. പക്ഷെ അതിന് പകരം നമ്മൾ ഒരു മാസം ഇപ്പൊ BCom കഴിഞ്ഞു അല്ലെങ്കിൽ MCom കഴിഞ്ഞു, ഇവിടെ വന്നിട്ട് ഒരു ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് ചിലപ്പോ അതൊന്ന് പാളിപ്പോവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ് മേഖല എന്ന് പറയുന്നത്. കാരണം ഇവിടെ തന്നെ ഒരുപാട് പേര് ആ ജോലി ചെയ്യാനുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ അത്രയൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. അങ്ങനെ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു ഫ്രഷർ ആയിട്ട് ഇതുപോലെ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ റിസ്ക് അവിടെ ഉണ്ട്. പലപ്പോഴും മാനേജറൽ ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ കുറെ കാലത്ത് എക്സ്പീരിയൻസ് അവിടെയുള്ള എംപ്ലോയീസിനെ തന്നെ അവർ കൂടുതൽ കൺസിഡർ ചെയ്യും. കാരണം ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ് നോളജ് വലിയൊരു ഘടകമായിട്ട് വരുമ്പോൾ അത് അപ്പോൾ അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഈ മീൻസ് ഒരു എക്സ്പീരിയൻസ് നമുക്കില്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ വിസ കിട്ടാണ്ട് പോകുന്നതും നമുക്ക് തിരിച്ചു പോകേണ്ടി വരിക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും. ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എപ്പോഴും വിസ തന്നെ ആയിരിക്കുമല്ലോ. ഞാനൊക്കെ പഠിക്കാൻ ഇങ്ങോട്ട് വന്ന ടൈമിൽ ആ ടൈമിലൊക്കെ പാസ് ഔട്ട് ആയ കുറെ പേരുണ്ട്. ബിസിനസ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, ആൻഡ് സ്പോൺസർഷിപ്പ്. ഇപ്പൊ ആ സമയത്ത് NHSലൊക്കെ ബാൻ 3 വരെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. അതുകൊണ്ട് എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമുക്ക് പ്രോപ്പർ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു കോഴ്സ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരിക്കും നല്ലത്. എന്നാലും റിസ്ക് ആണ് ആ കോഴ്സ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു സെയിം യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് അനാലിസിസ്, ഇങ്ങനെ പല പേരുകളിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഇപ്പൊ നമുക്കിങ്ങനെ ജനറലി ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഓക്കെ ഇതൊക്കെ ഡിഫറെന്റ് കോഴ്സ് ആണ് ഫീൽ ചെയ്യും. പക്ഷെ ഇതിന്റെയൊക്കെ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്പാരിസൺ നടത്തണം. ഇതിന്റെയൊക്കെ സിലബസുകൾ എന്താണ്, ലാസ്റ്റ് ഇത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ സെയിം വരുന്നത്. യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ ഇത്രയും കോഴ്സുകൾ ഉണ്ടെന്ന് പറയാൻ ഒരു കോഴ്സ് എന്നുള്ള പോലെ. ഇപ്പൊ ഞാൻ നാട്ടിൽ MCom ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് ചെയ്തു. എനിക്ക് പഠിച്ച കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ട് ഞാൻ പഠിച്ചത് നാട്ടിലത്തെ സിലബസിലായിരുന്നു. കുറച്ചും കൂടെ ഏരിയ കവർ ചെയ്തതൊക്കെ. ഇവിടെ വന്നപ്പോൾ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അത് പ്രാക്ടിക്കബിലിറ്റി കൂടുതൽ
പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കുറച്ച് കൂടുതലാണ്. ഇപ്പൊ നാട്ടിൽ പഠിച്ചത് നമ്മൾ പഠിച്ചു, എക്സാം കഴിഞ്ഞു, മറന്നു എന്നുള്ളൊരു സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പഠിച്ചത് കുറച്ചും കൂടെ പ്രാക്ടിക്കലി ചെയ്ത് പഠിച്ചത് കൊണ്ട് അത് കുറച്ചും കൂടെ മനസ്സിലിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മാക്സിമം നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇതുപോലുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബികോം ഒക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് പഠിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ മാക്സിമം ഒരു വർഷം 1.5 വർഷമെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, എവിടെയെങ്കിലും വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പോരാതെ സ്റ്റഡി ചെയ്യുമ്പോൾ ഇതേപോലെ സെയിം ജോബിനോടനുബന്ധിച്ചുള്ള ജോബുകൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഏതൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവരുടെ മുന്നിലോട്ട് വെക്കുക. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ സർട്ടിഫിക്കറ്റ് ഒരു ഇതിലേക്ക് എത്താൻ ഒരു ക്രൈറ്റീരിയ മാത്രമല്ലേ. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അത് ചിന്തിച്ചതിന് ശേഷം മാത്രം ബിസിനസ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനേജീരിയൽ കോഴ്സുകൾ എടുത്തു വരിക. അതാണ് എനിക്ക് എന്നോട് ചോദിച്ചവരോടൊക്കെ എനിക്ക് ഇപ്പൊ അത് പഠിച്ചാൽ എങ്ങനെയുണ്ട്, രക്ഷപ്പെടുവോ, സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് അതാണ് എനിക്ക് ഒരു ഉത്തരമായിട്ട് പറയാൻ തോന്നുന്നത്. പിന്നെ ഇവിടെ വന്ന് പഠിക്കാൻ ഒരു ടോപ്പ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് എപ്പോഴും എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ. ജോബ് മാർക്കറ്റിൽ ഇപ്പോഴും നമ്പർ 1 പോകുന്നൊരു ജോബുകളിൽ പെട്ടതാണ് എഞ്ചിനീയറിംഗ് ജോബ്. അതിന് പക്ഷെ പല സ്റ്റേജസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ 25,000 പെർ ആനം മുതൽ 50,000 പെർ ആനം, ചിലപ്പോൾ അതിന് മുകളിലേക്കും സ്റ്റാർട്ടിങ് സാലറി വരുന്ന ജോബുകളുണ്ട്. അതിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇപ്പം നാട്ടിലൊരു ഇപ്പം കൂടുതലും ബിടെക് കഴിഞ്ഞവരായിരിക്കും. ബിടെക് കഴിഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാണോ അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആക്കിയിട്ട് ആ സെയിം ഫീൽഡിൽ ഇങ്ങോട്ട് പഠിക്കാൻ വന്ന് അതിൻ്റെ അഡ്വാൻസ്ഡ് പഠിച്ചു കഴിയുമ്പോൾ MSc മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജോലി നോക്കുമ്പോൾ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടും. കാരണം അത്യാവശ്യം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അത്യാവശ്യം നല്ല ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല വേക്കൻസീസും ഉണ്ട്. ഇപ്പം എന്നോടിപ്പോ ഒരു മീൻസ് 1, 2, 3 എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഞാനൊരു ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ജോബാണ്, ഒരു ഫീൽഡാണ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഫസ്റ്റ് പ്ലേസ്മെന്റിൽ തന്നെ ഏതാണ്ട് 50,000 മുകളിൽ സാലറി കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് നാട്ടിൽ വന്നിട്ട്. അപ്പം അത്രയും ഡിമാൻഡ് ഉണ്ട്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ അതായിരിക്കും അല്ലേ നല്ലത്. എക്സ്പീരിയൻസിന് ഭയങ്കര വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആവുന്തോറും അതിന് വാല്യൂ കൂടി വരുമല്ലോ. ഇപ്പം നമ്മൾ 1-2 വർഷം കഴിയുമ്പോൾ നമുക്ക് അടുത്ത കമ്പനി സ്വിച്ച് ചെയ്യാൻ പറ്റും, ഈസിയായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന സാലറിയിലേക്ക് വരാൻ പറ്റും. ഇപ്പൊ ഒരു ഇത് ഇത്രയും എഞ്ചിനീയറിംഗ് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അപ്പു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ജോബ് മൾട്ടി സ്കിൽ ക്ലാസ് പേഴ്സൺ. ഇപ്പൊ എന്റെ അടുത്ത് 2 വേക്കൻസി empty ആയിട്ട് കിടക്കുന്നു. അതിന്റെ മുകളിലേക്ക് എസ്റ്റേറ്റ് ഓഫീസർ വേക്കൻസി കിടക്കുന്നു, സൂപ്പർവൈസർ വേക്കൻസി കിടക്കുന്നു. ആളില്ല, ഫില്ല് ചെയ്യാൻ ആളില്ല. ഇതിപ്പം ഇവരുടെ പോസ്റ്റ് തന്നെ ഏതാണ്ട് ഒരു 3 തവണയോ 4 തവണയോ അഡ്വർടൈസ് ചെയ്തു, എന്നിട്ട് ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. പേര് മാറ്റി അഡ്വർടൈസ് ചെയ്തു, വിത്ത് RRP ഇൻക്ലൂഡ് ചെയ്ത് അഡ്വർടൈസ് ചെയ്തൊന്നും രക്ഷയില്ല. അപ്പം ആളെ കിട്ടാനില്ല. അത്രയും ക്വാളിഫൈഡ് ആളുണ്ട്, പക്ഷെ എക്സ്പീരിയൻസ് ഉള്ളവരില്ല. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചിലപ്പോ ഇപ്പൊ ട്രസ്റ്റിൽ ആളെ കിട്ടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ജോബ് നമ്മൾ ട്രസ്റ്റിൽ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സാലറി കുറവാണ്. NHS ഇതിന് സാലറി കുറവാണ്. ഒത്തിരി സാലറി വ്യത്യാസമുണ്ട്. ഇനി നമ്മുടെ ഏതാണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രൈവറ്റ് ഫേമില് സെയിം വേക്കൻസിക്ക് ഏതാണ്ട് 10,000 പെർ ആനം കൂടുതലുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ടുമായിരിക്കും ഒരു ഷോർട്ടേജ് വരുന്നത്. അപ്പം നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 5 വർഷം വിസ കിട്ടി ഇവിടെ നിൽക്കുക എന്നുള്ളതാകുമ്പോൾ NHS നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നോക്കാൻ, ജോബിന് വേണ്ടിയിട്ട് നോക്കാനായിട്ട് പറ്റും. നമുക്ക് നമ്മളെ പോലുള്ളവർക്ക് പുറത്തുനിന്ന് വേറെ ഓഫർ വന്നാലും ചിലപ്പോൾ വിസ ഇല്ലാത്ത തരാൻ പറ്റാത്തൊരു കമ്പനി ആകുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ കേട്ടു കേട്ടോ. ഇപ്പം ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ NHS എന്താണ് ജോബ്, അത് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തായിരുന്നല്ലോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മെക്കാനിക്കലുകാർക്ക് എന്താണ് NHS? ഇഷ്ടംപോലെ ജോബുകൾ വരുന്നുണ്ട്. ഇപ്പൊ മെയിൻ മൾട്ടി സ്കിൽ ക്ലാസ് പേഴ്സൺ, മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ക്ലാസ് പേഴ്സൺ, ഷിഫ്റ്റ് എഞ്ചിനീയർ, അങ്ങനെ പറഞ്ഞ ഇഷ്ടംപോലെ പോസ്റ്റുകളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തായിരുന്നു. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം അതാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ്, ജോബ് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒന്നാണ്. പിന്നെ NHS മാത്രമല്ല, പുറത്തേക്ക് ഇപ്പം നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ. അതുപോലെ ഞാൻ ഒരുപാട് വേക്കൻസി കാണുന്ന ഒരു ഏരിയ ആണ് ഇലക്ട്രിക്കൽ.
ഇലക്ട്രിക്കൽ നല്ല ഡിമാൻഡ്, ഇലക്ട്രിക്കൽ നല്ല വേക്കൻസീസ് ഉണ്ട്. ബോത്ത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ രണ്ടിനും നല്ല ഡിമാൻഡ് ഉണ്ട്. പിന്നെ ഓട്ടോമൊബൈലിലും കൂടുതൽ മെക്കാനിക്കലാർ ഇപ്പോൾ ഒത്തിരി എടുക്കുന്നുണ്ട്, കാരണം ഓട്ടോമൊബൈലുകാർ കിട്ടാനിട്ടായിരിക്കാം. പക്ഷെ മറ്റേ ഈ MOT അങ്ങനത്തെ അതല്ല ഇപ്പൊ മാനുഫാക്ചറിങ്, ഇപ്പൊ ടൊയോട്ട മാനുഫാക്ചർ ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, വോക്സ്ഹോൾ ഉണ്ട്, അങ്ങനെ പല മാനുഫാക്ചറിങ് കമ്പനികളും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ മെയ്ഡ് ഇൻ ബ്രിട്ടൻ ആയിട്ടുള്ള ഒത്തിരി കാറുകളുണ്ട്, ഒത്തിരി ബ്രാൻഡുകളുണ്ട്. റേഞ്ച് പോലത്തെ ഉള്ള കമ്പനികൾ. ഇപ്പൊ എയറോനോട്ടിക്കൽ ഫീൽഡിലേക്ക് പോലെ എയർബസ്, മറ്റേ ഇത് റോൾസ് റോയ്സ് എഞ്ചിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എയർബസ് ഉണ്ട്. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഫീൽഡുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്കിൽ ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റി ഒരു കാര്യമാണ്. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഉള്ളൊരു എക്സ്പീരിയൻസ് ഏത് ഫീൽഡിലാണ്, ഇപ്പൊ ഓട്ടോമൊബൈൽ ആണെങ്കിൽ ഓട്ടോമൊബൈൽ ആ ഏരിയയിൽ പിടിച്ചു പോവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ചോദിക്കുന്ന ഒരു കോഴ്സാണോ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. UK ഗവൺമെന്റിന്റെ ഇത് പ്രകാരം 2050 ക്ലീൻ എനർജി എന്നൊരു കൺസെപ്റ്റാണ് പോകുന്നത്. 2030 ഏതാണ്ട് 90%, 2050 ഫുള്ള് കാർബൺ എമിഷൻ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിലേക്ക് വരുമ്പോഴത്തേക്കും ഈ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞൊരു മെയിൻ ഘടകമാണ്. ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റിൽ ഇത്ര ഇപ്പോ സ്പോൺസർഷിപ്പ് ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റിൽ അല്ല, ഇപ്പൊ അത്രയും വലിയൊരു ഹൈക്കിലല്ല നിൽക്കുന്നത്. ഇപ്പൊ ഒരു 5-6 പൊസിഷനിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഫ്യൂച്ചറിലേക്ക് ഒരു 2030 to 2050 അതിന്റെ ഒരു ഗോൾഡൻ കാലമായിരിക്കും. പിന്നെ നമ്മൾ അതിനൊരു സ്പോൺസർഷിപ്പ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിച്ചാൽ എങ്ങനെ സമയത്തേക്ക് ഡിപ്പെൻസ് അല്ലേ. ഇപ്പൊ നമുക്ക് അതല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പൊ വന്ന ജോബുകള് ഇപ്പോഴത്തെ റിന്യൂവബിൾ എനർജി ഉണ്ടാക്കി, ഇപ്പൊ സോളാർ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിന്യൂവബിൾ എനർജി ടെക്നീഷ്യൻ സോളാർ, അല്ലെങ്കിൽ പിന്നെ വിൻഡ് ടർബൈൻ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള. അപ്പോൾ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സോളാർ ടെക്നീഷ്യൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ഈ ഇലക്ട്രിക്കലർക്ക് ആവുന്ന ഇലക്ട്രീഷ്യന്മാർക്ക് ഒരു ചെറിയൊരു കോഴ്സ് ചെയ്താലോ അല്ലെങ്കിൽ ചെറിയൊരു ട്രെയിനിങ് കൊടുത്താൽ മോൾഡ് ചെയ്തെടുക്കാവുന്ന ഒരു കോഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഫീൽഡാണിത്. ആ സൈഡിൽ നിന്നൊരു കോമ്പറ്റീഷൻ. പക്ഷെ ഇലക്ട്രീഷ്യൻ ഓൾറെഡി ഡിമാൻഡ് ഉണ്ട്, ഫീൽഡിൽ ഇലക്ട്രീഷ്യന്മാരില്ല, മാർക്കറ്റിൽ കുറവാണ്. അപ്പോൾ അത് വലിയ പ്രശ്നം വരാൻ വഴിയില്ല. ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റാണ് പറയുന്നത്. ഒരു വിൻഡ് ടർബൈൻ ടെക്നീഷ്യൻ അല്ലെങ്കിൽ വിൻഡ് മിൽ ടെക്നീഷ്യൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതും ഈ മെക്കാനിക്കലുകാർക്ക് ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുത്തെടുക്കാവുന്ന ഒരു കോഴ്സ് അത്രേ ഉള്ളൂ. ഈ സാധാരണ നോർമൽ മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് ഒരു എക്സ്ട്രാ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങോ കൊടുത്ത് ചെയ്യിക്കാവുന്ന ഒരു കോഴ്സ് ഇതാണ്, ജോബാണ്. പക്ഷെ ഇതൊക്കെ ഈ പ്രോപ്പറായിട്ട് ഇത് പഠിച്ചവരുണ്ടെങ്കിൽ അവർക്കാണ് പ്രിഫറൻസ് കൂടുതൽ. ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻ ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ആണെന്നല്ല പറയുന്നത്, ഒരു ഫ്യൂച്ചറിലേക്ക് ഭയങ്കര സ്കോപ്പ് വരാൻ ചാൻസ് ഉണ്ട്. 2030 to 50 ഭയങ്കരമായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ എൻക്വയറി വന്നൊരു കോഴ്സാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചെടുത്തോണ്ട് വന്ന്, പക്ഷെ അത് അങ്ങനെ അല്ലെന്ന് ഒരു പോയിന്റ് ഓഫ് വ്യൂല് തിരിച്ചറിയുന്ന ഒരു കോഴ്സാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആണ് അവിടുത്തെ ഒരു മെയിൻ ഫാക്ടർ എന്ന് തോന്നുന്നു. നമുക്ക് ജോബ് കിട്ടി, നമുക്ക് ആ ഒരു ഫീൽഡിൽ ജോബ് കിട്ടി ക്ലച്ച് പിടിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വിസയൊക്കെ കിട്ടി നല്ലൊരു പാക്കേജിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പക്ഷെ അവിടം വരെ അതിനൊന്നും ഒരു ജോബിൽ കയറി കിട്ടാന്ന് പറയുന്നത് ടഫായിരിക്കും തോന്നുന്നു. നമുക്കറിയാം ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത് വെയർ ഹൗസുകൾ. ഇപ്പം അതിൽ കൂടുതൽ സോഫ്റ്റ്വെയറുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് അവർ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഇപ്പം ഈ വെയർ ഹൗസുകളിലൊക്കെ ടീം ലീഡ് ആയിരുന്നു, ഒരു മാനേജർ പോസ്റ്റിലേക്ക് വന്നു. എന്നിട്ട് അവര് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡിനെയാണ് അവർ നോക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വെയർ ഹൗസ് അല്ലെങ്കിൽ മറ്റേ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിക്കാൻ വന്നിട്ട് വലിയ മെച്ചപ്പെട്ടവരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ജോബിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പാടുണ്ടെന്ന് തോന്നുന്നു. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു പോകാന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ നമ്മളോട് ഒരു തവണ സംസാരിച്ച് ഈ സപ്ലൈ ചെയിനകത്ത് NHS വിസ കിട്ടിയവര്, പിന്നെ അതുപോലെ എയർപോർട്ടുകളിലൊക്കെ വിസ കിട്ടിയവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറെ പേരുടെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. 1-2 ഒക്കെ വരാറുള്ളൂ. അപ്പം ആധിപത്യ മേഖലയാണ്.
അപ്പൊ നമ്മുടെ ആൾക്കാരെ കുറവാണ് കേട്ടോ NHS-ലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ആ ഒരു കോഴ്സ് എടുക്കാൻ ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല. എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിസിലാട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള സ്റ്റോറികളും അതിനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ഒരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നല്ലൊരു കമ്പനിയിലൊക്കെ പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി രക്ഷപ്പെട്ട് പോകും നമ്മള്. പക്ഷെ നമ്മൾ ഒരു ഫ്രഷർ ആയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത് നല്ല ടഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്തെങ്കിലും ഇത് മീൻസ് അതും ഈ ഫീൽഡിലുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് ഇങ്ങനെയാ തോന്നിയേക്കുന്നത്, കണ്ടേക്കുന്നതൊക്കെ ഇങ്ങനെയാ. പിന്നെ നഴ്സിംഗ് എപ്പോഴും എനിക്ക് വരെ വരുന്ന ഒരു കോഴ്സാ. അതിന്റെ ഒരു പക്ഷെ അതെപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ തന്നെയാണോ നഴ്സിംഗ് എന്ന് പറയുന്നത്? മെഡിക്കൽ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നുള്ള സിറ്റുവേഷൻ നാട്ടിൽ നമ്മൾ കണക്കൂട്ടുന്നു. കാരണം കൊമേഴ്സ് എടുത്ത് പഠിച്ചവരും പോലും പോയി നഴ്സിംഗ് പഠിക്കാനുള്ള ട്രൈ ചെയ്യുന്നു. ബാംഗ്ലൂരൊക്കെ ഫുൾ സീറ്റ് ബുക്ക്ഡ് ആണ്. അത് ശരിയാണ് നാട്ടിലെ. പക്ഷെ ഇവിടെ വന്ന് പഠിക്കുമ്പോ അപ്പൊ കുറച്ചും കൂടെ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താ, ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ അത്? ഇവിടെയുള്ളവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ളവര് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ ആ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ നാട്ടിൽ അത് ചെയ്തിട്ട് പിന്നീടൊന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് നോക്കുന്നതിനേക്കാളും ഇവിടെ വന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ഒരു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടോ. ഈ ജനറൽ നഴ്സിംഗ് അത് മാത്രം ഫോക്കസ് ചെയ്യാണ്ട് നഴ്സിംഗ് എടുക്കാതെ എല്ലാവരും കയറി എടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷെ അതെടുക്കാതെ അത് എടുക്കുന്ന നഴ്സിംഗ് തന്നെ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മൾക്ക് സ്പെഷ്യലൈസ് ചെയ്യേണ്ടി വരും. ആ സമയത്താണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ പീഡിയാട്രിക് ഇല്ലെങ്കിൽ എന്താ സൈക്കാട്രി ഇല്ലെങ്കിൽ പിന്നെ മിഡ് വൈഫറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചപ്പോ ഈ ഒരു ഫീൽഡിലൊക്കെ നിൽക്കുന്ന റിക്രൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോ അവരങ്ങനെയാട്ടോ പറഞ്ഞത്. കുറച്ചും കൂടെ ജനറൽ നഴ്സിനെക്കാളും ഈ ഒരു ഏരിയക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ സ്കോപ്പ് ഉണ്ടാവും. പീഡിയാട്രിക്കിൽ എവിടെയെങ്കിലും മലയാളം നഴ്സുമാരെ കണ്ടിട്ടുണ്ടോ? വളരെ കുറവല്ലേ കണ്ടിട്ടുള്ളൂ. അതുപോലെ സൈക്കാട്രി കണ്ടിട്ടില്ല. മിഡ് വൈഫറിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അതാണ്. പക്ഷെ ഈ മിഡ് വൈഫറി ഒക്കെ പോലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നൊരു സാധാരണ നഴ്സിങ്ങിനേക്കാളും പെട്ടെന്ന് പേ സ്കെയിലും കിട്ടി പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ എങ്ങനെ ഇത് ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം എന്നൊക്കെ കൂടുതൽ ഇപ്പൊ എല്ലാ ഏരിയയിലും പോകുന്ന. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരോട് സംസാരിക്കുമ്പോൾ അവർ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് ഇതെല്ലാം. അതുപോലെ എല്ലാവരും ചോദിക്കുന്ന ഒരു കോഴ്സാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടെ സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാട്ടോ ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്, ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും മണ്ടത്തരം കാണിച്ച ഒരാളാണ്. ഞാൻ M.Com കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എടുക്കാന്ന് പറയുന്നത് എന്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ അക്കൗണ്ടിങ് ആയിരുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എന്നോട് അന്ന് അപ്പൊക്കെ പറഞ്ഞതാണ് അക്കൗണ്ടിങ് എടുക്കാം. പക്ഷെ എനിക്കപ്പോൾ പേടിയായിരുന്നു. നമുക്ക് ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് പഠിച്ചാൽ പെട്ടെന്ന് ഈ പാസ് ആവാൻ പറ്റുന്ന ഒരു കോഴ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയി ഇതെടുത്തത്. പക്ഷെ അതൊരു മണ്ടത്തരമായിന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. വേണ്ടായിരുന്നു, അക്കൗണ്ടിങ് തന്നെ എടുത്താൽ മതിയായിരുന്നു, അതാണെങ്കിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു CMA ഒക്കെ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ CMA ഒക്കെ ക്ലിയർ ചെയ്തിട്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ 1-2 പേപ്പറൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഇത്. കാരണം CMA ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. പലയിടത്തും CMA ഒക്കെ പ്രിഫർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അക്കൗണ്ടിങ് വിത്ത് ACCA കൂടെ വരുന്ന അക്കൗണ്ടിങ് കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ടഫാണ്, എനിക്കറിയാം. അത്ര ഈസി അല്ല അതൊന്നും പാസ്സാവാനായിട്ട്. നമ്മൾ നല്ലപോലെ എഫേർട്ട് എടുക്കേണ്ടി വരും. ഈ പാർട്ട് ടൈം ജോബൊക്കെ അതിൻ്റെ കൂടെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളമൊക്കെ പ്രാക്ടിക്കൽ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും. അതുപോലെ ഇപ്പം അതുപോലെ ഇപ്പൊ CA പാടാന്നുള്ളത് കൊണ്ട് ACCA നാട്ടിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കും ഇവിടെ വന്നിട്ട് ഒരു മാനേജീരിയൽ കോഴ്സിലേക്ക് പോകുന്നതിന് പകരം ഒരു അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് പോവില്ല, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുന്നത്. പക്ഷെ അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് എന്താ പറയുന്നത്, കുറച്ചും കൂടെ നല്ലൊരു പാക്കേജ് കിട്ടാനും ഒരു വിസ സ്പോൺസർഷിപ്പിന്റെ ഒക്കെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ
കുറച്ചും കൂടെ ഈസി ആയിട്ട് സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആയിരിക്കും അത്. കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല കേട്ടോ, കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഒരു ആഡഡ് സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ ACCA അല്ലെങ്കിൽ CMA അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടി സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടി സെറ്റിൽ ആവാനായിട്ട് പറ്റും. അതാണ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ച് തോന്നുന്ന കാര്യം. പിന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ISL ലിസ്റ്റ് ഇങ്ങനെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് എടുത്ത് പോയപ്പോൾ ഞാൻ അതിൽ കണ്ടൊരു ജോബ് കാറ്റഗറിയാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല. പക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉള്ളവർ മാത്രം പഠിക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് അതിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ നാട്ടിൽ പഠിച്ചവരാണ് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് അങ്ങനെ നിൽക്കുന്നവരുണ്ട്. ഒത്തിരി എക്സൽ ചെയ്ത് നന്നായിട്ട് പോയവരുണ്ട്, പിന്നെ നന്നായി മെച്ചപ്പെടാത്തവരുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നും കോഴ്സ് അങ്ങനെ ഒരു കോഴ്സൊക്കെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഓൾ ജോബ്സ് അല്ലേ സ്പോൺസേഡ്. ആ കാറ്റഗറിയിൽ ഏത് ജോബ് എടുത്താലും സ്പോൺസർഷിപ്പ് ഉള്ളതാണ്. പിന്നെ അതുപോലെ ഈ മിനിമം സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മതി അല്ലേ? മിനിമം സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മതി. അത് ISL ലിസ്റ്റിൽ വരുന്ന ഒരു ജോബാണത്. പിന്നെ അതുപോലെ ISL ലിസ്റ്റിൽ വരുന്ന വേറൊരു ജോബാണ് കേട്ടോ, മറ്റേ ഈ ലബോറട്ടറി ടെക്നീഷ്യൻസ് ഒക്കെ ഇല്ലേ, അത് ലാബ് ടെക്നീഷ്യൻ. ചില ഇതിന് വ്യത്യാസമുണ്ട്. ഇല്ലടോ, ലാബ് ടെക്നീഷ്യനകത്ത് അവർ ഒറ്റ കണ്ടീഷൻ അവർ പറയുന്നുള്ളൂ, അവർക്ക് മിനിമം 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അങ്ങനെയല്ല, എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് വേണ്ട പോസ്റ്റുകൾ. ഓക്കെ, ഒബിയസ്ലി എക്സ്പീരിയൻസ് 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അതാണ് അപ്പൊ ഓക്കെ, ജനറലി പറഞ്ഞ അതാണ്, എൻട്രി ലെവൽ പോസ്റ്റുകൾക്ക് കിട്ടത്തില്ല. പക്ഷെ മിനിമം 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണ്ട ജോബുകൾക്ക്. അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇത് ഷോർട്ടേജിൽ പോകുന്നത് കൊണ്ട് ഇത് ഓൾ ഓവർ UK എന്തോ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലേക്ക് ഇതിനെ ഫുൾ ആയിട്ട് ആഡ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ബയോമെഡിക്കൽ ആ റിലേറ്റഡ് കോഴ്സുകളും, പക്ഷെ അവിടെയും കോമ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേണ്ട സ്റ്റാഫുകളുടെ എണ്ണത്തിൽ വരുന്ന കുറവാണ്. അത് നല്ലൊരു ഏരിയ ആണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടെ AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്തു വരുന്ന ഒത്തിരി പേരുണ്ട്. എത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത് വരാത്ത ഏരിയ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെയും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കില്ല് വേണം, നമുക്ക് നമ്മളെ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരാൻ, നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്ന് തോന്നുന്നു. ആ ഒരു ഏരിയയിലേക്ക് നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനകത്ത് വേറെ കുഴപ്പമുണ്ട്. ഇപ്പൊ ഈ IT റിലേറ്റഡ് ജോബുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ജോബുകളിലുള്ളവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ജോബുകളായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ഒരു കോഴ്സ് ഒക്കെ അഡീഷണൽ ചെയ്ത് കഴിയുമ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് എൻക്വയറി വന്ന കോഴ്സുകൾ കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട് ഇവിടെ, അത് ടീച്ചിങ് ആണ്. ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ചും എന്താ പറയാ, ഒരുപാട് വേക്കൻസീസ് കാണുന്ന ഒരു ഏരിയ അല്ലേ ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പക്ഷേ സ്കൂൾ ടീച്ചിങ് അങ്ങനെയുള്ള വേക്കൻസി ആയിരുന്നു. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രശ്നങ്ങൾ റീസ്ട്രക്ചറിങ് വന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കുറവായതുകൊണ്ട് ഒരു റീസ്ട്രക്ചറിങ് നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികളിലെല്ലാം. ഒത്തിരി പേർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഒത്തിരി വേക്കൻസീസ് കാണാറില്ലേ നമ്മള്. അപ്പൊ ഈ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു കോഴ്സ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. അപ്പൊ അത് നമ്മൾ ടീച്ചേഴ്സ് ക്വാളിഫിക്കേഷനും കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ടീച്ചിങ് ഫീൽഡിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പൊ ടീച്ചേഴ്സ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ടീച്ചിങ് ഫീൽഡിൽ തന്നെ ജോലി കിട്ടിയവരുണ്ട് കേട്ടോ. ഈ കോഴ്സ് എടുത്തിട്ട് ടീച്ചിങ് ഫീൽഡിൽ തന്നെ ജോലി കിട്ടിയ ഒത്തിരി പേരെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. അതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ മിനിമം സാലറി ഉണ്ടെങ്കിൽ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പം നഴ്സിംഗിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ ഷോർട്ടേജിൽ വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഫീൽഡ് ഇഷ്ടമുള്ളവർക്ക് അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടും കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ഈ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് ഈ മാർക്കറ്റിലേക്ക് വരുന്നതാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ തന്നെ ആണെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം ആ ഒരു സെയിം ഫീൽഡിൽ തന്നെ ഇവിടെ വന്നൊരു മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കുറച്ചും കൂടെ
നമ്മൾ ഒരു സ്പോൺസർഷിപ്പ് കിട്ടി ഇവിടെയൊക്കെ നിൽക്കാൻ ഏറ്റവും നല്ലത് ആ ഒരു മെത്തേഡ് ആയിരിക്കും എന്ന് എനിക്ക് ഇനിയിപ്പോ തോന്നുന്നു. നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒത്തിരി കുത്തൊഴുക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉം. ഈ പറഞ്ഞ പോലെ നല്ല നോക്കിയും കണ്ടും കോഴ്സ് എടുത്തു വന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. പിന്നെ അതുപോലെ വേറെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാട്ടോ, ഇപ്പം എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറയാൻ വിട്ടുപോയതാ. ഈ ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ വരുന്ന വേറൊരു ജോബാണ് കാർപ്പൻ്റർ ആൻഡ് ജോയിനർ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ടൻ്റാ. കാരണം ഇവിടുത്തെ സ്ട്രക്ചറുകൾ ഇപ്പോൾ വീടുകൾ മൊത്തം തടിയിലാണ്, എന്നിട്ട് അതിൻ്റെ അകത്ത് പ്ലാസ്റ്റർ ബോർഡ് ചെയ്ത് പിന്നെ അങ്ങനെയല്ലേ വരുന്നത്. അപ്പം അതുകൊണ്ട് കാർപ്പൻറ്റർമാർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഈ കൺട്രിയിലുണ്ട്. എപ്പോഴും വേക്കൻസി ഉള്ള സ്ഥലം ഉള്ളതാണ്. അല്ലാതെ ഷോർട്ടേജ് ഒക്കുപേഷൻ എപ്പോഴും വേക്കൻസീസ് ഉണ്ട്. മിനിമം സാലറി മീറ്റ് ചെയ്താൽ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടും. നല്ല പുറത്ത് NHS നോക്കണ്ട, NHS ബാങ്ക് 4 ഉള്ളൂ. അല്ലാതെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 30 മുകളിലേക്കാണ് സാലറി പെർ ആനം കാർപ്പൻറ്റർക്കും ജോയിനർക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതാണ്. ഓൾ ജോബാ. ഒരു പ്രത്യേകിച്ച് ഇന്ന ജോബൊന്നുമില്ല, എല്ലാ ജോബിനും സ്പോൺസർഷിപ്പ്. പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് കാർപ്പൻട്രി കോഴ്സുകൾ ഉണ്ടോ? ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡിപ്ലോമ പഠിക്കുന്നവർ അല്ലെങ്കിൽ ബിടെക് പഠിക്കുന്നവരെല്ലാം കാർപ്പൻട്രി ചെയ്യുന്നുണ്ടെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കോഴ്സ് ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു കോഴ്സ് അപ്രന്റീഷിപ്പ് ഉള്ളൂ. ഓക്കെ, ഒരു പ്രോപ്പർ അപ്രന്റീഷിപ്പ് കഴിഞ്ഞിട്ട് നേരെ കാർപ്പൻട്രിയിലേക്ക് പോകുന്നവരാ. കാർപ്പൻട്രി അല്ലാതെ അങ്ങനെ ഒരു കോഴ്സ് നാട്ടിലും കുറവാ, ഇവിടെ 1 ഇയർ കോഴ്സ് എങ്കിലും ചെയ്താലാണ് നമുക്ക് PSW കിട്ടുള്ളൂ. കാർപ്പൻട്രി കോഴ്സുകൾ നോക്കണം, പക്ഷെ ഭയങ്കര ഇല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഫീൽഡിൽ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് നമുക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ PSW കിട്ടുള്ളൂ. ഇല്ല, അതിപ്പോ ഡിഗ്രി ഇപ്പൊ 3 വർഷം, പിന്നെ 1 വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് എല്ലാവരും മാസ്റ്റേഴ്സ് എടുക്കുന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഇത് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്താൽ പറ്റത്തില്ല. അതുപോലെയല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നേ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്നവരെ ഇപ്പൊ അവർക്കൊരു എന്തെങ്കിലും ആ ജോബ് പഠിച്ചോണ്ടിരിക്കുന്നതിന്റെ കൂടെ ഇതുപോലെ ഒരു അഡീഷണൽ ട്രേഡുകളുടെ കുഴപ്പം പറഞ്ഞത് റെക്കഗ്നൈസ് അപ്രന്റീഷിപ്പുകൾ വേണം. അല്ല നമ്മൾ ആ സർട്ടിഫിക്കേഷൻ മാത്രം ചെയ്താൽ പോരാ. ഓക്കെ, അതാണ് ബ്രിക്ക് ലെയർ, ഇതേപോലെ കാർപ്പൻറ്റർ, ജോയിനർ, പെയിന്റർ. പെയിന്ററൊക്കെ ഷോർട്ടേജ് ഒക്കുപേഷനിലുള്ളതാ. പെയിന്റർക്ക് എല്ലാ ജോബിനും ഇതുള്ളതാ. പക്ഷെ അത് നമുക്ക് അങ്ങനെ ചെയ്ത് നടക്കത്തില്ല. ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, നടക്കില്ലെന്നല്ല, ബുദ്ധിമുട്ടാണ്. അല്ല അങ്ങനെ നമുക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, എന്റെ അറിവിലില്ല. ഇവിടെ എല്ലാരും അപ്രന്റീഷിപ്പ് ചെയ്ത് അങ്ങനെ ഒന്നേരെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ കൂടെ സാധ്യതകളൊന്നും വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോ, അതും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളോട് ചോദിച്ച കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ ഒരു കോഴ്സുകൾ മാത്രമൊന്നും അല്ല, ഇത് വളരെ കുറച്ച് കോഴ്സുകൾ, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി, ഒത്തിരി സ്കോപ്പൊക്കെ ഉള്ള ഒത്തിരി കോഴ്സുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രം കോഴ്സ് എടുത്ത് വരിക. എന്തിനാണുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു രീതിയിൽ നോക്കുക, അത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.